ഓക്കെ അല്ലേ? അപ്പൊ ഗായ്സ് ഇന്ന് നമ്മള് അഷ്കറിന്റെ കല്യാണ പരിപാടികളെല്ലാം കഴിഞ്ഞ് സമാധാനമായിട്ട് ഒരു ലീവ് എടുത്ത് ഒന്ന് മൂന്നാർ പോയി. അപ്പോ നമ്മുടെ പിള്ളേരെല്ലാവരും ഉണ്ട്. എന്നാ വണ്ടിയിലെ പരിപാടികളും ഡാൻസും കൂത്തും എല്ലാം പണ്ടാറും കാണാം. എന്നാലോചിക്കുന്നുണ്ട് ഈ പയ്യന്. പയ്യൻ കൊള്ളാം, അടിപൊളി പയ്യനാണ്. സുന്നി യുവാവ്. എന്താണ് ജയിലിൽ നിന്ന് ഇറങ്ങിയതാ? പരവണ്ണ ഇറങ്ങിയതാ? എന്താണ് ഷൂസാണ് നിങ്ങൾക്ക് നമ്മൾ ശരിക്കില്ല. 4:30 മണിയായി. 4:30 മണിക്ക് നമ്മൾ ഇവിടുന്ന് പുറപ്പെട്ട് നമ്മളൊരു 8-9 മണിക്ക് നമ്മളവിടെ എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. റെസ്റ്റോറന്റിൽ കയറിയിട്ടുണ്ട്. മതിയുടെ മോനെ ആരും കാണാനൊന്നും ഇല്ല അവിടെ. വണ്ടി പൂണ്ടിട്ടുണ്ട്. റോഡൊക്കെ പോയി. റോഡ് പോയി ഗായ്സ്, റോഡ് പോയി. റോഡ് പോയി. റോഡില്ലല്ല, നമുക്ക് റോഡ് പോയി നോക്കിയാലോ? അതെ, റോഡില്ലടാ, ചെളിയാണ് മൊത്തം. വണ്ടി പൂണ്ടേക്കാണ്. നമ്മിനി എങ്ങനെ പോവും? പറക്കാം. ആനന്ദത്തിൻ പൂന്തോ അടിപൊളി വൈറ്റ് ലൈൻ ഒരു കടയെന്ന് വെച്ചാണ്. ആണല്ലേ? നല്ല ഭംഗിയുണ്ട് കേട്ടാ. ചെളി വന്ന് കിടക്കാണ്, അപ്പൊ തെന്നി മാറുണ്ട്. വണ്ടി തെന്നി വണ്ടി ഒന്ന് മുട്ടി, ബാക്ക് സൈഡ് തെന്നിപ്പോയി, ചേർന്നിരിക്കാണ്. ഗായ്സ് നമ്മള് ഒരു കണക്കിന് നമ്മള് വണ്ടി കയറ്റിയിട്ടിട്ടുണ്ട്. വണ്ടി പാളി പോവായിരുന്നു. ആ ലോറിന്റെ സൈഡിലോട്ട് മുട്ടി ആകെ പ്രശ്നം വരുന്നു. അപ്പൊ ഗായ്സ് മൂന്നാറും എല്ലാ സ്ഥലങ്ങളിലും അപ്പൊ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഡ്രൈവ് ചെയ്ത് വന്നോര് നോക്കി കണ്ടൊക്കെ വരാം. സേഫായിട്ട് വണ്ടി ഓടിക്കാം. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ലഡാക്കിൽ പോയപ്പോ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാനൊരു കണക്കിലാണ് സേഫായത്. ലഡാക്കില് വണ്ടി ഒന്ന് നീങ്ങി. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത്. മൊത്തം ചെളിയാട്ടാ. യേശുദാസ് മൈനസ് 2.0. കറന്റ് നമ്മള് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഷാർമൂട് വൈബായിട്ടുണ്ട് ഗായ്സ്. ഇതാണ് റിസോർട്ട്. നല്ല വൈബാട്ടാ. ഇത് നമുക്ക് മോർണിംഗിൽ എന്തായാലും കാണാം. എന്തെങ്കിലും ഒച്ചയും ബഹളവും പാട്ടും പരിപാടികളൊക്കെ ആയിട്ട് വരാം. ഇവരെ വേറെ മൂഡിലാണ് ഇവനെ. ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തപ്പോ ആള് മാറിയിട്ടുണ്ട്. എന്താണ് ഇതൊക്കെ? അപ്പൊ നമ്മള് കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇവിടെ ഇത്രയും നല്ല തണുപ്പുള്ളപ്പേ കുളിക്കാൻ കയറിയേക്കണ്. എടാ ഗൈസ് നമ്മുടെ റൂമിലാണ് ഇപ്പൊ. റൂമിൽ നിന്നുള്ള വ്യൂ ഇപ്പൊ നമ്മുടെ റാസിക്ക് ഇപ്പൊ കാണിച്ചു തരും. അപ്പൊ നിങ്ങള് നോക്കി സംഭവം എങ്ങനെയുണ്ടെന്ന്. ഒരു തേങ്ങയില്ല ഗൈസ്, ഒരു തേങ്ങയില്ല. ചിരിക്കാൻ പോയി പറ്റണം പട്ടി. എന്താണത്? നമ്മള് പല്ല് പോലും തേക്കാണ്ട് തോട്ടത്തിലോട്ട് നടക്കാൻ പോണ സീനാണ്. നൈറ്റ് വെറുതെ ഉഷാറായിരുന്നു കേട്ടോ. ഉള്ള പറയാലോ.
വൈബ് തന്നെ വൈബ് 100 വൈബായിരുന്നു. ഉഷാറായിരുന്നു. ഞാൻ മറന്നുപോയി, വ്ലോഗ് എടുക്കാൻ മറന്നുപോയി. എന്ത് പറ്റി രമണ? ശ്വാസം കിട്ടല്ലോട്ടാ. നേരിട്ട് വിഷ്വലൈസ് ചെയ്യണം. എന്നിട്ട് വേണം ഇതിന്റെ മുകളിൽ അങ്ങോട്ട് ചാടാൻ. gelatin. Bread and jamu? It's not healthy, man. കഷ്ടപ്പാടാണ് റാസി. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കുകയാണ്. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? പിള്ളേരൊക്കെ പുള്ളിറങ്ങിക്കണ്ട. ഇത് അറബിയാണ്, കാട്ടറബിയാണ്. സെറ്റ് സാധനം. അപ്പൊ നമ്മള് ഫോട്ടോഷൂട്ടിലാണ്. നമ്മുടെ പിള്ളേരെല്ലാവരും ഉണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്, ചെക്കൗട്ട് ചെയ്യാൻ പോകും. നമ്മള് ഫുള്ള് പൂളിലൊക്കെ ഇറങ്ങി എല്ലാം കഴിഞ്ഞ് ഇപ്പൊ ഇനി ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമ്മളിവിടെ നിന്ന് ഇറങ്ങും. നമ്മള് നേരെ ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. നമ്മള് ഫുള്ള് മൂന്നാർ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് നമ്മൾ പയ്യനൊരാഗ്രഹം അപ്പുറം ഇപ്പുറം ബ്ലാക്ക് ഇട്ടിട്ട് ഫോട്ടോ എടുക്കാം. അത് ഞങ്ങളത് സാധിച്ചു കൊടുക്കുകയാണ്. ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇടങ്ങാറാവുന്നത്. വൈബ് കിട്ടുന്ന സ്ഥലമുണ്ടോ? എവിടെയാണ്? അപ്പൊ ഇവരോട് ടാറ്റാ ബൈ പറഞ്ഞിട്ട് നമ്മള് ഇവിടെ പോയി. ഹോസ്പിറ്റൽ അവിടെ പുറകേല് മരുന്ന് തേക്കണ്, ഗുളിക കഴിക്കണ്, വാർഡാട്ടാണ്. ഓ ഇവിടെ നിക്കാണ് മാമാമാര്. നുറുക്ക് തിന്നുന്ന ഫർസു ഉച്ചകളല്ല. ഗ്യാപ്പ് റോഡ് വന്നിട്ട് ഇപ്പൊ എന്താ തോന്നുന്നു? നമ്മള് ഗ്യാപ്പ് റോഡിൽ വന്നിട്ട് നമ്മള് ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ട് ചായ കുടിക്കാതെ എങ്ങനെയാണ് പോണത്. ഇവിടെ വന്നിട്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇരിക്കണം. അതിന്റെ ഇടയിൽ ചെറിയൊരു മുറുക്ക് കടിച്ച് ഇങ്ങനെ ഇരിക്കണം. ഈ വ്ലോഗിലാ മെയിൻ വില്ലൻ. ആൾക്ക് പെണ്ണ് നോക്കുന്നുണ്ട്. കാര്യങ്ങൾ റെഡിയായ ഇൻഷാല്ലാ നമുക്ക് ഈ കൊല്ലം ഉണ്ടാവോ? കറക്റ്റ് ഒരു ബേബി ജീന്റെ ആ ഒരു കട്ടും ആ ഒരു വോയിസ് അല്ലേ? ഒരു ഹായ് ഒന്നുകൂടി പറയാമോ? ഒന്നുകൂടി ശരിയാണ്ടാ ബേബി ജി. അപ്പൊ ഗായ്സ് ഇത് നമ്മുടെ ഫാസിലിറ്റിയിലാണ്. ഫാസിലിറ്റി നല്ല മധുരം. എന്തിനാണ് മൂന്നാർ വന്നിട്ട് ഗ്യാപ്പ് റോഡ് വന്നിട്ട് ഇവനെ കാണാണ്ട് പോകരുത്. ദിവനെ ഗായ്സ് നമ്മള് ചോക്ലേറ്റ് ഫാക്ടറിയിലാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇത് കൊക്കോ ഫ്രൂട്ട്. നമ്മൾ ഈ കൊക്കോ ഫ്രൂട്ടിന്റെ സീഡ്സ് കളക്ട് ചെയ്യും. ഒരു കൊക്കോ ഫ്രൂട്ടിലെ 30 to 35 സീഡ്സ് ആണ്. ആ സീഡ്സ് നമ്മൾ 7 ദിവസം ഫെർമെന്റേഷൻ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ സൺലൈറ്റിൽ ഡ്രൈ ചെയ്യും 3 ദിവസം. അതിന്റെ ഔട്ടർ ഷെൽ റിമൂവ് ചെയ്ത് നമ്മൾ കൊക്കോ നിപ്സ് എടുക്കും. ആ നിപ്സ് ആ മെഷീനിലിട്ട് കണ്ടിന്യൂസ് 8 മണിക്കൂർ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ കൊക്കോ പേസ്റ്റ് ആയിട്ട് കിട്ടും. ആ പേസ്റ്റ് വെച്ച് എല്ലാ ചോക്ലേറ്റ്സും ഉണ്ടാക്കുന്നത്. എങ്ങനെയുണ്ട്? സൂപ്പർ, നല്ല രസമുണ്ട്. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്.
Guys, ൊക്കെ കൊണ്ട് രാജാവ് ആവശ്യപ്പെട്ട പ്രകാരം തെക്കുംപാടിയും വെണ്ണലും വരെ നിയന്ത്രിക്കാൻ ശക്തിയുള്ള ഒരു അത്ഭുത വിളക്ക്. ഗായ്സ്, അപ്പൊ അത്താണി എത്തിയിട്ടുണ്ട് ഫുഡ് കഴിക്കാനും. അപ്പോ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിയണം. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത ബ്ലോഗിൽ പിന്നൊരു ദിവസം വരാം. പറഞ്ഞോ, അടുത്ത പരിപാടിയായിട്ട് വരുന്നവരെ നമുക്ക് കാണാം. ഓക്കെ.